ട്രേഡേഴ്സ് മാർക്കറ്റിലൊരു എൻട്രി പൊസിഷൻ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ആവറേജ് ഒരു 981.13 നമുക്കൊരു എൻട്രി പ്രൈസ് കിട്ടിയത്. ഒരു കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തേക്കുന്നത്. 56,600 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. 70 ക്വാണ്ടിറ്റി ആണ് ബൈ ചെയ്തത്. അപ്പോൾ ചിലവർ ചോദിക്കുന്നുണ്ട് സെയിം ക്വാണ്ടിറ്റി ബൈ ചെയ്തവിടെ, പക്ഷേ എങ്ങനെയാണത് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഒരു കൺവിക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും വലിയൊരു ഫോളിങ് മാർക്കറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അത്രയും ഫോളിങ് മാർക്കറ്റിൽ പോയിട്ടാണ് മാർക്കറ്റിന് എഗനിസ്റ്റ്, ട്രെൻഡിൻ്റെ എഗനിസ്റ്റാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. സോ ട്രെൻഡിൻ്റെ എഗനിസ്റ്റ് എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുമ്പം ട്രേഡ് വിത്ത് ദി ട്രെൻഡ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ട്രെൻഡിന് എഗനിസ്റ്റ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എൻ്റെ കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി മറ്റുള്ളവരെയും കൂടെ. അപ്പം ഞാൻ പഠിച്ചിട്ടുള്ളത് വെച്ചിട്ടും ട്രെൻഡിന് എഗനിസ്റ്റ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ നമുക്കൊരു, അല്ലെങ്കിൽ റിസ്ക് കുറയ്ക്കുക എന്നുള്ളൂ. റിസ്ക് കുറയ്ക്കുന്നതിലൊരു അർത്ഥമില്ല. ഏതായാലും നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തേക്കാം. ട്രേഡേഴ്സ് ഒരു 61 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്. 61 എന്ന് പറയുമ്പോൾ പ്രീമിയം വൈസ് ഒരു ഏകദേശം ഒരു 31 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ റിസ്കിനനുസരിച്ച്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫോളോയിങ് മാർക്കറ്റ് ഓൾ ടൈം ഹൈ അടിച്ചിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അപ്പം ഒരു കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ ഇന്ന് തന്നെ ഡേ ഹൈ തൊട്ട് നിങ്ങൾ എടുത്ത് നോക്കുക, ഇന്നലെ എടുത്ത് നോക്കുക, മാർക്കറ്റ് ഫോളിങ് മാർക്കറ്റാണ്. അപ്പം ഫോളിങ് മാർക്കറ്റിൽ നമ്മൾ വലിയ നെഞ്ച് വിരിച്ച് നിന്ന് ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടി ട്രേഡ് എടുത്തിട്ട് കാര്യമില്ല. സോ എനിക്ക് അതെന്താ അത് ചോദിച്ചതെന്ന് മനസ്സിലായില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ പറയേണ്ടതുകൊണ്ട് പറഞ്ഞാണ്. ഫൈൻ. അപ്പം നമ്മളുടെ ഒരു ക്വാണ്ടിറ്റി ബൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നിപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഏതൊരു സ്ട്രാറ്റജിക്കും അതിൻ്റെ ഒരു ഡൗൺ പീരീഡ് ഉണ്ട്. അപ്പം നമ്മളുടെ ഒരു സ്ട്രാറ്റജി, ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി, ഒരു ഡൗൺ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്തിൻ്റെ ഒരു ഫസ്റ്റ് വീക്കും പിന്നെ ഒരു മിഡിൽ ഓഫ് വീക്കുമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ ഫോളിങ് മാർക്കറ്റ് അല്ലെങ്കിൽ കൂടി എൻ്റെ ഒരു സ്ട്രാറ്റജിയെ ഒരു ലോസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ക്വാണ്ടിറ്റി കുറയ്ക്കും. കാരണം ക്വാണ്ടിറ്റി കുറച്ച് പിന്നെ നമ്മളുടെ സ്ട്രാറ്റജി നമ്മൾക്ക് അനുസരിച്ച് മാർക്കറ്റ് ഫേവറായിട്ട് മൂവ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ക്വാണ്ടിറ്റി കൂട്ടുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനവും എൻ്റെ സ്ട്രാറ്റജിയും, അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക, ഞാൻ ട്രേഡ് ചെയ്യുന്ന എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ആക്കിയതാണ്. അപ്പോൾ പിന്നെ അല്ലാതെ നെഗറ്റീവ്സ് ഉണ്ട്, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. അതൊക്കെ ഈ കുരയ്ക്കുന്ന എല്ലാ പട്ടിക്കും കല്ലെറിഞ്ഞാൽ നമ്മളെങ്ങും എത്തില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്കിതിൽ വിജയിച്ചേ പറ്റുള്ളൂ സഹോദര. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 വർഷമോ 3 വർഷമോ, തൻ്റെ പേരെടുത്ത് ഇതിൻ്റെ അകത്ത് പറയാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, നമ്മൾ 2 വർഷമോ 3 വർഷമോ ഒന്നും ഇതിൻ്റെ അകത്ത് കാത്തിരുന്ന് ഇതിൻ്റെ അകത്തൊരു താൻ പറഞ്ഞത് ഇന്ന് ഞാൻ എടുത്ത വിഡ്ഢിത്തരമാണെന്ന് 2 വർഷം കഴിയുമ്പോൾ മനസ്സിലാവുമെന്നല്ലേ താൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. നമ്മളിതിൻ്റെ അകത്ത് വിജയിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ ഹാർഡ് വർക്ക് ഉണ്ട്. ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്തിട്ട്, ഇപ്പോൾ താൻ പറയുന്നത് ഞാൻ ഇന്നലെ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങി, ഇന്ന് രാവിലെ വന്ന് ഞാൻ എന്തൊക്കെയോ പറയുന്നു, ഏതൊക്കെയോ ട്രേഡ് എടുക്കുന്നതാണ് താൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ല ഇതിൻ്റെ അകത്തെ കാര്യം. നമ്മളിതിൻ്റെ അകത്ത് ചോര നീരാക്കി പണിയെടുത്തു എന്നൊക്കെ പറയത്തില്ലേ, അമ്മാതിരി പണിയെടുത്തിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. സോ ഇതിപ്പോൾ ചിലപ്പം ലോസ് ആയിരിക്കും, എനിക്കിപ്പോൾ അറിയത്തില്ല ഇത് ഈ ട്രേഡിൻ്റെ അകത്ത് എന്തായിരിക്കും എന്ന്. കാരണം അത്രയും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിലാണ് ഞാൻ പോയി ബൈ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് പറയാൻ ഞാൻ എന്താണ്ട് വലിയ പ്രവാചകനൊന്നും അല്ല, അല്ലെങ്കിൽ എനിക്കങ്ങനെ പ്രവചിക്കാൻ പറ്റില്ല. ഇതിപ്പം എൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ്ങും എൻ്റെ ഒരു സ്ട്രാറ്റജിയെ മീറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. സോ ഇപ്പം 2 വർഷത്തിന് ശേഷമല്ല നമ്മൾ ഞാൻ പറയുന്നില്ലേ, നമുക്കിതിൻ്റെ അത് വിജയിച്ചേ പറ്റുള്ളൂ. നമ്മൾ നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യും. ചിലപ്പോൾ വിജയിക്കില്ലായിരിക്കാം, ഓക്കെ ഫൈൻ. നമ്മൾ നമ്മുടെ എഫേർട്ട് ഇടുക. നമ്മൾ ഈ ഒരു ബിസിനസ് എടുക്കുമ്പോൾ കാൽക്കുലേറ്റഡ് റിസ്ക് ചെയ്യണം എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ പറയുമ്പോൾ മോശമായിട്ട് എടുക്കരുത്. നമ്മൾ ഒരുപാട് പേരുടെ ട്രേഡേഴ്സിൻ്റെ അല്ല ഞാൻ പറയുന്നത്, ഒരുപാട് തരത്തിലുള്ള സക്സസ്ഫുൾ ബിസിനസ്സുകാരുടെ, ആക്ച്വലി ഞാനും ഒരു ബിസിനസ്സുകാരനാണ്, എനിക്കും വേറൊരു ബിസിനസ്സുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ബിസിനസ്സുകാരുടെ സക്സസ്ഫുൾ സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ കേൾക്കാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്തുമൊക്കെ എല്ലാവരും പറയുന്നത് നമുക്ക് റിസ്ക് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ലോസ് ഇല്ലാതെ യാതൊരു ബിസിനസ്സും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതും ലോസ്, ഓക്കെ. ഇതിപ്പോൾ ചിലപ്പോൾ എൻ്റെ ലോസ് ആയിരിക്കും, എനിക്ക് എത്ര പോയിൻറ്റ്സ് 31 പോയിൻറ്റ്സിൻ്റെ ലോസ് വരും. 31 × 70 ദാറ്റ്സ് മൈ ലോസ്. എനിക്കത് അഫോർഡബിളാണ്. ഞാൻ ഈ ഒരു
ലോസ് കിട്ടിയാൽ ഞാൻ ഇന്ന് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങില്ല. ഞാൻ അടുത്ത എൻ്റെ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാനൊരു 3 ട്രേഡ് വരെ ഞാൻ ഒരു ദിവസം എനിക്ക് അഫോർഡ് ചെയ്യാൻ ഓക്കെയാണ്. ഒരു 7,000 റുപ്പീസ്, 5,000 to 7,000 എൻ്റെ ഒരു ലോസ് ലിമിറ്റ് കപ്പാസിറ്റിയാണ്. അപ്പം ഇപ്പം ജയിക്കോ ഇല്ലയോ എന്നല്ല സഹോദര, ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാം കളിക്കുന്നത്. ജയിച്ചിരിക്കും. അപ്പോൾ താൻ പറഞ്ഞതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ പറഞ്ഞാണ്, ഈ പുച്ഛം കണ്ടപ്പം പറഞ്ഞതാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇനിയിപ്പോൾ ഞാൻ മോശമായിട്ടല്ല പറഞ്ഞ കേട്ടോ, ഞാൻ നല്ല രീതിയിലാണ് പറഞ്ഞത്. താങ്കളും ജയിക്കട്ടെ, താങ്കളും വിജയിക്കപ്പെടട്ടെ. എനിവേസ്, നമ്മളുടെ ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ വച്ചിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇപ്പോൾ ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്ന്. പ്രീമിയത്തിൻ്റെ ചാർട്ടും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്തിട്ട്, ഇപ്പോൾ നമുക്ക് എഗനിസ്റ്റായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രീമിയത്തിൻ്റെ ചാർട്ട് പ്ലേസ് ചെയ്തിട്ട് നമ്മളുടെ എൻട്രി പോയിൻ്റ്, നമ്മുടെ ടാർഗറ്റ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ്, അപ്പം ഇത്ര ഒന്ന് ജസ്റ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ നമുക്ക് എഗനിസ്റ്റായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 1,200 1,300 അടുപ്പിച്ച് ലോസ് റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ എൻട്രി പോയിൻ്റാണ് ഇപ്പോൾ ബ്ലൂ ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നമ്മളുടെ പിന്നെ വേറെ ആൾ പറഞ്ഞു, വേറെ ഈ പുള്ളി തന്നെയാണ് പറഞ്ഞത്, നമ്മൾക്ക് ക്ലാസ് ഒന്നും എടുക്കാറായിട്ടില്ല. എൻ്റെ പൊന്നളിയാ, നമ്മൾ ക്ലാസ് ഒന്നും എടുക്കാൻ വലിയ മാഷായിട്ടോ ഇതിനെപ്പറ്റി എല്ലാം അറിഞ്ഞിട്ട് ക്ലാസ് എടുത്തതല്ല. ഞാൻ പഠിച്ച സാധനങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾ ആ ക്ലാസ്സിൽ പങ്കെടുത്തവർ, ഞാൻ 1 രൂപ പോലും മേടിക്കാതെ വളരെ സത്യസന്ധമായിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാനത് ശരിയാണെന്ന് ആരോടും പറഞ്ഞില്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ എത്തിച്ച്. ഇപ്പോൾ താങ്കൾ ചിലപ്പം, താങ്കൾ ആരാന്ന് എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഒരു ട്രേഡർ ആയിരിക്കാം, ചിലപ്പം ഇതിനെപ്പറ്റി വലിയ നോളജ് ഉള്ള ആളായിരിക്കാം. എത്ര പേര് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബ്രോ, ഫ്രീ ഓഫ് ഞാൻ വേണമെങ്കിൽ ആ മെയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ ആ മെയിൽ അയച്ച ആൾ ഇതിൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്യട്ടെ. എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, ചേട്ടാ എനിക്ക് വളരെ വരുമാനം കുറവാണ്, ഞാൻ വളരെ ബേസിക്കായിട്ട് വളരെ സാധാരണക്കാരനാണ്, എനിക്ക് ഗൾഫിൽ പോകാൻ വയ്യ. ഇന്നും അയാളുടെ മെയിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ഗൾഫിൽ പോകാൻ വയ്യ, ഞാൻ ഒരുപാട് ലോസുകൾ ബെയർ ചെയ്തിട്ടുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും ചോദിക്കും 30,000 50,000 ഒക്കെ ആ ഫീസ് ചോദിക്കുന്നത്, പക്ഷേ എനിക്ക് അത്ര അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു മെയിലൊക്കെയാണ് എന്നെ ഇത് വെറുതെ പറഞ്ഞു കൊടുക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ അല്ലാതെ ഞാൻ വലിയ ആളായി ക്ലാസ് എടുത്ത് ഞാൻ വലിയ ഇതിനെപ്പറ്റി എല്ലാം അറിഞ്ഞിട്ടല്ല. ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ കോഴ്സിൽ 10,000 റുപ്പീസിൻ്റെ 10,000 രൂപയുടെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് പറയുന്നതിൽ എനിക്ക് ഒരു മടിയില്ല. രോഹിത് സാറിൻ്റെ VP ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഗുജറാത്തിയാണെന്ന് തോന്നുന്നു പുള്ളി, പുള്ളിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് VP ഫിനാൻഷ്യലിൻ്റെ 10,000 റുപ്പീസിന് പുള്ളിയുടെ കോഴ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ്റെ അകത്ത് ഞാൻ ആൾക്കാർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ എന്നെക്കൊണ്ടാവുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തത്, മനസ്സിലായ. അപ്പം അത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതിനൊക്കെ താങ്കൾ നെഗറ്റീവായിട്ട് കാണുന്നതിൽ ഇപ്പം എനിക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പം എന്നാലും ഇത് പറഞ്ഞതന്നേ ഉള്ളൂ ഞാൻ. ട്രേഡേഴ്സ്, നമ്മുടെ എൻട്രി പോയിൻറ്റും സ്റ്റോപ്പ് ലോസ് നെഗറ്റീവ്സിനെ എല്ലാം വിടുക. നമുക്ക് വിജയിച്ചേ പറ്റുള്ളൂ, നമ്മൾ പൊളിച്ചിരിക്കും, കൂടെ നിൽക്കുക, ബി പോസിറ്റീവ്, ലെറ്റ്സ് മൂവ് ഓൺ. ഇതിൻ്റെ അകത്ത് ഈ നെഗറ്റീവ് ഇടണം, അതും ഇടണം, അതും വരണം. അത് നെഗറ്റീവ് നമ്മളെ അത് മോശമാക്കി പറയുന്നതല്ല, അവരുടെ ഒരു ഒപ്പീനിയൻ പറയണതാണ്, ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഈ ഇതിൻ്റെ അകത്ത് വന്ന് നമ്മളുടെ ഒപ്പം നിൽക്കുന്നതും നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ പേരെടുത്ത് കമൻറ്റിലിടുന്ന ആൾക്കാരെ ഞാൻ പേരെടുത്ത് പറയാൻ എനിക്ക് ഇത്രയും വർഷം കൊണ്ട് നമ്മളത്രയും ആ പേരെടുത്ത് പറയാനുള്ള ആൾക്കാരെ എനിക്കറിയാം. സോ അപ്പം എല്ലാ രീതിയിലുള്ള ആൾക്കാർ വേണം. നെഗറ്റീവ്സ് ഇട്ടോ നോ പ്രശ്നം, നമ്മളതിനെ ആ ഒരു പോസിറ്റീവ് സെൻസിൽ മാത്രമാണ് എടുത്തത്. ഞാൻ പറഞ്ഞപ്പം ഒന്നും മനസ്സിലാക്കാതെ താങ്കൾ കമൻറ്റ് ഇടുന്ന പോലെ തോന്നി, അതുകൊണ്ടാണ്, അല്ലാതെ അതിനെ മോശമായിട്ടല്ല കേട്ടോ എടുത്തത്. എനിവേസ്, നമ്മളുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമ്മളുടെ എൻട്രിയും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്.
ട്രേഡേഴ്സ് നമ്മളൊരു റെഡിൽ നിന്ന് ഗ്രീനിലേക്ക് എത്തിയിട്ടുണ്ട് ജസ്റ്റ്. പക്ഷേ ഞാൻ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യാനുള്ളത്, മാർക്കറ്റിൽ ഇപ്പം ഫോം ചെയ്തേക്കുന്ന ഈ ഒരു ബോട്ടം ഇന്നത്തെ ഒരു ഡേ ബോട്ടം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ബോട്ടത്തെ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ സാധ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ് ഒരു അപ്സൈഡ് മൊമെൻറ്റം സെല്ല് ചെയ്തവരുന്ന എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസസ് ഹിറ്റ് ചെയ്ത് മേലിലേക്ക് കണ്ടിന്യൂസ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മൾ ഇപ്പോൾ ഒരു ചെറിയൊരു 1200 1100 ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മളിതിൻ്റെ അകത്ത് നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിച്ച ഒരു 50 പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു 10 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ചൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. 10-15 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു 1000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ട്രേഡ് നമുക്ക് റൈഡ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. സോ അപ്പം ഞാനിത് ടാർഗറ്റിൽ ഇറങ്ങാൻ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടും എപ്പോഴും മിക്കവാറും ഞാൻ ശ്രമിക്കാറുള്ളത് നമ്മളുടെ ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങാനാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസിൽ ഉറപ്പായിട്ട് ഇറങ്ങിയിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു ട്രേഡിൽ നമ്മളുടെ ടാർഗറ്റിനെ നമുക്ക് റൈഡ് ചെയ്യാം എന്നാണ് തോന്നുന്നത്. സോ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ റൈഡ് ചെയ്ത് ടാർഗറ്റിനെയും കൂടെ റൈഡ് ചെയ്ത് അറ്റ്ലീസ്റ്റ് കുറച്ച് സമയം അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ബോട്ടത്തെ ഇനി മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് അപ്സൈഡ് മൊമെൻറ്റം ചെയ്യുന്നുണ്ട്. നമുക്കൊരു 3 മണി വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു 2:30-3 മണിക്ക് നമുക്കിനി മാർക്കറ്റ് നോക്കാമെന്നാണ് തോന്നുന്നത്. ഞാനൊന്ന് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാൻ ട്രേഡേഴ്സ്. ഇന്ന് മാർക്കറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2:40 ആയിട്ടുണ്ട്. നമ്മളൊരു 9000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും മാർക്കറ്റ് അപ്സൈഡ് പോകാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ നമ്മൾ കൂടുതൽ ഗ്രീൻനെസ് കാണിക്കണ്ടല്ലോ. ഇവിടെ നമ്മൾ എൻട്രി എടുത്ത് ഇത്രയും ദൂരം നമുക്ക് റൈഡ് ചെയ്യാൻ സാധിച്ചു. ഓവറോൾ ഒരു 9100 പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫുൾ ക്വാണ്ടിറ്റി നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. 12:46 നമ്മൾ എൻട്രി എടുത്തത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. നല്ല രീതിയിൽ നമുക്ക് നമ്മളുടെ ട്രേഡിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു. ക്വാണ്ടിറ്റി കുറച്ചെടുക്കാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇത്രയും ഒരു ഫോളിംഗ് മാർക്കറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ക്വാണ്ടിറ്റി കുറച്ചെടുത്ത്. കാരണം ട്രെൻഡിന് എഗനിസ്റ്റാണ് നമ്മൾ ട്രേഡ് ചെയ്തത്. സോ എന്നാലും നമുക്ക് നല്ലപോലെ റൈഡ് ചെയ്യാൻ സാധിച്ചു. ഒരു 9000 പ്ലസിൻ്റെ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഏകദേശം ഒരു 9100 പ്രോഫിറ്റ് നമ്മൾ ഇന്നത്തെ ട്രേഡിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. താങ്ക് യു. ബൈ.